ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഇടുക്കി ജില്ലയിലെ കീത്തോട് സ്വദേശിനി സൗമ്യ സന്തോഷ് കൊല്ലപ്പെട്ടതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഭർത്താവുമായി വീഡിയോ കോൾ സംസാരിച്ചിരിക്കവേ പൊടുന്നനെ അവർ അപ്രത്യക്ഷപ്പെടുകയായിരുന്നെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അഷ്കലോണിലാണ് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയത്. കെയർടേക്കർ ജോലി ചെയ്യുന്നതിനായിട്ടാണ് സൗമ്യ ഇസ്രായേലിലേക്ക് എത്തിയത്. സൗമ്യക്കൊപ്പം ഇസ്രായേലിയ സ്വദേശിയായ ഒരു യുവതിയും കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. താമസ സ്ഥലത്തെ ജനലിലൂടെ റോക്കറ്റ് റൂമിലേക്ക് പതിക്കുകയായിരുന്നു. വീടിന്റെ മുൻഭിത്തിയിൽ ജനലിനോട് ചേർന്ന് ദ്വാരം വീഴ്ത്തി അകത്തു കടന്ന മിസൈൽ അടുക്കള ഭാഗത്ത് ഭിത്തിയിൽ ഇടിച്ചപ്പോഴാണ് സ്ഫോടനമുണ്ടായതെന്നാണ് പറയുന്നത്. സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ലോഗിൻ കേരളക്ക് ലഭിച്ചു. റോക്കറ്റ് വീണതും സുരക്ഷാ മുറിയിലേക്ക് ഓടി മാറുന്നതിന് സൗമ്യ ശ്രമിച്ചിരുന്നെന്നും ഇതിനിടയിലാണ് ദുരന്തമുണ്ടായതെന്നും ഇസ്രായേലിയൻ ഉദ്യോഗസ്ഥർ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവം പുറത്തുവന്നതോടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ആകെ ഭയപ്പാടിലാണ്. നാട്ടിൽ നിന്നും ബന്ധുക്കൾ ഇവരെ നിരന്തരം മൊബൈലിൽ ബന്ധപ്പെടുന്നുമുണ്ട്. സൗമ്യയുടെ മൃതദേഹം അഷ്കലോണിലെ ബർസിലായി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അക്രമമുണ്ടായ സമയത്ത് ഇവർക്ക് സുരക്ഷിതരാകാനുള്ള സമയം ലഭിച്ചില്ലെന്നാണ് വിവരം. ഇടുക്കി കീരിത്തോട് കാഞ്ഞിരന്താനം വീട്ടിൽ ഭാര്യ സൗമ്യ വിട്ടുപിരിഞ്ഞതിന്റെ വിഷമം താങ്ങാനാവാതെ അലമുറയിടുന്ന ഭർത്താവ് സന്തോഷിനെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ വിഷമിക്കുകയാണ് ഉറ്റവർ. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് സൗമ്യയുടെ ദുരന്ത വാർത്ത കുടുംബം അറിയുന്നത്. സൗമ്യ സന്തോഷുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരിക്കവേ പെട്ടെന്ന് ദൃശ്യം അപ്രത്യക്ഷമാവുകയായിരുന്നു. പിന്നീട് വിളിച്ചിട്ടും പ്രതികരണം ലഭിച്ചില്ല. ഇതേ തുടർന്ന് സന്തോഷ് നടത്തിയ അന്വേഷണത്തിലാണ് സൗമ്യ കൊല്ലപ്പെട്ടതായുള്ള വിവരം ലഭിക്കുന്നത്. 8 വയസ്സുകാരനായ മകൻ അഡോണിനെയും ചേർത്ത് പിടിച്ചുള്ള സന്തോഷിന്റെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിലും പലതും പറഞ്ഞുള്ള അലമുറയിടലും കണ്ടു നിൽക്കുന്നവരുടെ മിഴികളെയും ഈറനണിയിക്കുന്നുണ്ട്. ദേഷ്യവും സങ്കടവുമെല്ലാമുള്ള സന്തോഷിന്റെ വികാരക്ഷോഭത്തെ അടക്കി നിർത്താൻ ഉറ്റവർ പെടാപ്പാടുപെടുന്ന കാഴ്ചയാണ് രാവിലെ വീട്ടിൽ നിന്നും ദൃശ്യമാവുന്നത്. ഇതിനിടെ സൗമ്യയുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് തങ്ങളുടെ ഭാഗത്തു നിന്നും നടപടികൾ പരമാവധി വേഗത്തിലാക്കുമെന്ന് ഇസ്രായേലിയൻ എംബസി വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന സന്തോഷിന്റെ ബന്ധു ഈ സമയം വീട്ടിലെത്തിയിരുന്നു. ഇവരോടാണ് ഹിബ്രു ഭാഷയിൽ എംബസി ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തിയത്. ഇക്കാര്യത്തിൽ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം വേഗത്തിലാക്കാൻ ഉടൻ ഇടപെടണമെന്ന് നിർദ്ദേശിച്ചാണ് ഇസ്രായേലിയൻ എംബസി ഉദ്യോഗസ്ഥർ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. മരണവിവരമറിഞ്ഞ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ സന്തോഷിന്റെ ബന്ധുവിനെ മൊബൈലിൽ ബന്ധപ്പെടുകയും എത്രയും വേഗം മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ടത് ചെയ്യണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നേരിട്ട് പരിചയമുള്ള കുടുംബത്തിനുണ്ടായ ദുർഗതിയിൽ തനിക്ക് അഗാധമായ ദുഃഖമുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് താൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചതായും ഡീൻ കുര്യാക്കോസ് MP വ്യക്തമാക്കിയിരുന്നു. രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ വിളിച്ച് കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നതായി അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഓഫീസിൽ നിന്നും ഇടയ്ക്കിടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നുമുണ്ട്.